ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എവിടെയാ വീട്? വീട് മറിയപ്പള്ളി. ഇവിടെ രാവിലെ പച്ചക്കറി കച്ചവടത്തിന് വന്നോ, സാധനം വാങ്ങാൻ വന്നോ? കച്ചവടം. ഇവിടെയാണോ കുറെ കാലമായിട്ട്? പച്ചക്കറിയാണോ? 15 വർഷമായി. പച്ചക്കറിയാണോ? വാഴക്കൊല. എവിടെ നിന്ന് എടുക്കും വാഴക്കൊല? കൃഷിക്കാരോട് കളക്ട് ചെയ്യും. എവിടുന്ന്? നാട്ടിൽ നിന്ന് തന്നെയാണോ? നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കും മാക്സിമം ആണോ? എങ്ങനെ പോകുന്നു കച്ചവടം? ഒന്നുമില്ലേ? ഓൾറെഡി സ്റ്റാക്ഡ് ആണോ? എന്ത് പറ്റി? സാമ്പത്തികമില്ല. ആൾക്കാർ വാങ്ങുന്നില്ലേ ഇപ്പൊ? കല്യാണ ആവശ്യത്തിനൊക്കെ വാങ്ങില്ല. കല്യാണം ആകുന്നില്ല, അതൊരു ദിവസമല്ലേ അതേ ഉള്ളൂ അല്ലേ? മൊത്തത്തിൽ എങ്ങനെ മണ്ഡലത്തിൽ സാധ്യത? ഫ്രാൻസിസ് ജോർജിന് സാധ്യതയുണ്ട്. ഒരു അടിയൊഴുക്കുണ്ടോ? ഒരു ഒഴുക്കുമില്ല. അപ്പൊ രണ്ടിലെ ഇത്തവണ തളിർക്കൂല. വാടി താഴെ പോകും. ഓട്ടോറിക്ഷ ഓടും. ഹൈ സ്പീഡിൽ ഓടും. അതാണ്. അപ്പോൾ കോടിമതിയിൽ നിന്നാണ്. എന്താ നമ്മുടെ പേരെന്തായിരുന്നു? KN മോഹൻ. രാവിലെ ചായ കുടിച്ചു. ഓക്കെ. അപ്പോൾ ശ്രീ KN മോഹന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഫ്രാൻസിസ് ജോർജിന് സാധ്യതയുണ്ട്. ഓട്ടോറിക്ഷ ടോപ്പ് ഗിയറിൽ ഓടും എന്നാണ് പറയുന്നത്. രണ്ടിലെ തളിർക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം, അതോ രണ്ടിലെ വാടുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഓട്ടോ വേണം. ഈ ഗുഡ്സ് ആണോ അതോ? ഗുഡ്സും പാസഞ്ചറൊക്കെയാണ്. എല്ലാവരും കോട്ടയം സ്വദേശികളാണോ? എന്താ പേര്? അബ്ദുൾ റഹീം. നമ്മുടെ പേര്? കൊച്ചുമന്തി. സുരേഷ് കുമാർ. ഓക്കെ. അപ്പോൾ സന്തോഷം, രാവിലെ നിങ്ങളെയൊക്കെ കണ്ടതിൽ പ്രത്യേകിച്ച് സന്തോഷം. എങ്ങനെ മണ്ഡലത്തിലേക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം? മണ്ഡലത്തിൽ 100% ഫണ്ട് വിനിയോഗിച്ച തോമസ് ചാഴിക്കാടിന് തന്നെയാണ് വീണ്ടും അവസരം. തോമസ് ചാഴിക്കാടിന് സാധ്യതയുണ്ടോ? ആണല്ലേ? അപ്പം നേരത്തെ പറഞ്ഞതനുസരിച്ച് ഫ്രാൻസിസ് ജോർജ് ടോപ്പ് ഗിയറിൽ പോകുന്നതാണ്. ഫ്രാൻസിസ് ജോർജ് ഈ മണ്ഡലത്തിൽ പുതുമുഖമാണ്. ഏതാണ്ട് ഏറ്റുമാനൂര് 3 തവണ വിജയിച്ച ആളാണ്. സാമാജികനാണ്. അതുപോലെ തന്നെ 100% ഫണ്ടും ജനങ്ങളുമായിട്ട് അത്രയധികം അടുത്ത ബന്ധം. അങ്ങനെ ഒരു അടുത്ത ബന്ധമുണ്ട്. നേരത്തെ ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ ടോപ്പ് ഗിയറിൽ പോകില്ല, രണ്ടിലെ തന്നെ തെളിയും ഇവിടെ. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോഴേ കരിഞ്ഞു. ചൂടത്ത് കരിഞ്ഞു പോയോ? രണ്ടില ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. അതിനാണ് ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും. ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് രണ്ടില തീർച്ചയായും വിജയിക്കുക തന്നെ. രാഷ്ട്രീയത്തിൽ CPM അപ്രസക്തമാണ്. ആകെ 47 സീറ്റിലെ മനസ്സിലായി. അപ്പൊ ഈ കേരള കോൺഗ്രസിന്റെ PJ ജോസഫ് വിഭാഗവും വലിയ പ്രസക്തി ഒന്നുമില്ല. അല്ല, ഇവര് രണ്ടുപേരും തുല്യ ശക്തികളല്ലേ? അതെ. അപ്പൊ അതിൽ കേരള കോൺഗ്രസ് വിട്ട പുള്ളി ഞങ്ങളെ ഒന്നും നന്ദി പോലും പറയാൻ വന്നിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്താ സാറേ? അദ്ദേഹം പറയുന്നതനുസരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തവണ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുവാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിലെ വലിയ കിങ് മേക്കറാണ്. പക്ഷെ കേരളത്തിൽ വന്ന് അദ്ദേഹം അഭയം തേടിയിരിക്കുകയാണ്. ഈ ഉത്തരേന്ത്യയിലേക്ക് മത്സരിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ഉത്തരേന്ത്യയിൽ മത്സരിക്കില്ലെന്ന് നിങ്ങളുടെ ആര് പറഞ്ഞു? കേരളത്തിലാണല്ലോ, വയനാട്ടിലാണല്ലോ അദ്ദേഹം. അത് നിൽക്കുമെന്ന് മോഡി രണ്ടാമത് നോക്കിയല്ലേ, നടന്നില്ലല്ലോ. അപ്പൊ അമേഠിയിൽ മത്സരിക്കാൻ സാധ്യത. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണോ വേണ്ടയോ? എന്താ ചേട്ടന്റെ അഭിപ്രായം? വേണം എന്നാണ് ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയായ അഥവാ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയമുള്ള ഒരാളുടെ അഭിപ്രായം. അമേഠിയിൽ മത്സരിച്ചാൽ പ്രശ്നം കഴിഞ്ഞല്ലോ നിങ്ങളുടെ? അമേഠിയിൽ മത്സരിച്ചാൽ പ്രശ്നം. അമേഠിയിൽ മത്സരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണല്ലോ കേരളത്തിൽ മത്സരിക്കുന്നത്. അത് വരട്ടെ. ഭയങ്കര ധൈര്യമാണ് ഇവർക്ക്, ഭയങ്കര ധൈര്യമാണ്. തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുക. അന്യായ ധൈര്യമാണ്. എന്താണ് കോൺഗ്രസ് എന്ന് കഴിഞ്ഞാൽ ഇപ്പം BJP ആണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം ഒരു സർക്കാർ വിശ്വനാഥ് മേനോനാണ്. അങ്ങനെ CPM പലരും പണ്ട് പോയിട്ടുണ്ട് ഇടത് മുന്നണിയിൽ നിന്നും. അൽഫോൺസ് കണ്ണന്താനം CPM അല്ല, നിൽക്കുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ